വേരുകളും ബന്ധങ്ങളും അന്വേഷിച്ചു പോകുന്ന ഒരു മകന്റെ ജീവിതയാത്രയുടെ കഥയുമായി എൻ്റെ ഉമ്മാന്റെ പേര് തിയേറ്ററുകളിലെത്തി. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഒരു ഉമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. കച്ചവടക്കാരനും അതിലുപരി കലാസ്നേഹിയുമായ ഹൈദർ അയാളുടേതായ ചില സ്വകാര്യ കാരണങ്ങളാൽ നാടും വീടും ബന്ധുക്കളെയും വിട്ട് മകനെയും കൊണ്ട് തലശ്ശേരിയിലെത്തി ജീവിതം കെട്ടിപ്പടുത്ത ഒരു വ്യക്തിയാണ്. അടുത്ത സുഹൃത്തിന് പോലും അറിയാത്തൊരു ഇന്നലെ അയാൾക്കുണ്ട്. അയാളുടെ സുഹൃത്ത് തന്നെ പറയുന്നത് പോലെ ഒരുപാട് വേദനിപ്പിക്കുന്ന ഓർമ്മകളെ മറ്റാരോടും പങ്കുവെക്കാതെ രഹസ്യങ്ങളുടെ താക്കോൽ മറ്റാർക്കും കൈമാറാതെ ഒരു ദിവസം അയാൾ മരണത്തിന്റെ കൈ പിടിച്ചു പോകുമ്പോൾ ബാപ്പയുടെ തണലിൽ മാത്രം ജീവിച്ചു ശീലിച്ച മകൻ ഹമീദ് ഒറ്റക്കാവുകയാണ്. ഒരു കല്യാണ വീടിന്റെ സന്തോഷത്തിൽ ബിരിയാണി കഴിച്ചിരിക്കുമ്പോഴാണ് ബാപ്പ ലോകം വിട്ടുപോയെന്ന ആ ദുരന്ത വാർത്ത ഹമീദ് കേൾക്കുന്നത്. അല്പം കർക്കശക്കാരനായ ബാപ്പയുടെ നിഴലിൽ നിന്ന് ശീലിച്ച ഹമീദ് അവിടെ മുതൽ ചിറക് നഷ്ടപ്പെട്ട ഒരു കോഴിക്കുഞ്ഞിനെ പോലെയാവുന്നു. പണവും ജീവിത ചുറ്റുപാടുകളും എല്ലാം ഉണ്ടായിട്ടും ഒറ്റക്കാവലിന്റെ വിങ്ങലും വേദനയും ഒക്കെ അവൻ അറിഞ്ഞു തുടങ്ങുകയാണ്. കൂടെപ്പിറപ്പിനെ പോലെ പരിചരിക്കുന്ന ഒരു സഹായിയും ബാപ്പയുടെ ഒരു സുഹൃത്തും മാത്രമാണ് അവന് കൂട്ട്. ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിക്കാൻ പോലും തന്റെ യത്തീം മേൽവിലാസം അവന് തടസ്സം സൃഷ്ടിക്കുന്നതോടെ അവൻ തന്റെ ഉമ്മയെ അന്വേഷിച്ചിറങ്ങുകയാണ്. ഉമ്മ മരിച്ചു പോയാലും അവർക്കൊരു പേരെങ്കിലും ഉണ്ടാകില്ലേ എന്നൊരൊറ്റ വിശ്വാസമാണ് അവനെ മുന്നോട്ട് നടത്തുന്നത്. എവിടെ തുടങ്ങണം, എങ്ങോട്ട് പോവണം എന്നറിയാത്ത ഹമീദിന്റെ യാത്രയും പ്രതിസന്ധികളും കണ്ടെത്തലുമെല്ലാമാണ് ഈ ചിത്രം പറയുന്നത്. ഏറെക്കാലത്തിനു ശേഷം മലയാള സിനിമയ്ക്ക് കുടുംബാന്തരീക്ഷത്തിലുള്ള ഒരു ഫീൽ ഗുഡ് ചിത്രം സമ്മാനിക്കുകയാണ് എൻ്റെ ഉമ്മാന്റെ പേര്. അതീവ വൈകാരികമായൊരു വിഷയത്തെ ചിരിയിൽ പൊതിഞ്ഞാണ് സംവിധായകൻ പ്രേക്ഷകന് മുന്നിലെത്തിക്കുന്നത്. പ്രധാന വേഷത്തിലെത്തുന്ന നടീനടന്മാരുടെ പെർഫോമൻസിന്റെ മികവാണ് സിനിമയുടെ നട്ടെല്ല്. അരക്ഷിതാവസ്ഥകളുള്ള വലിയ ലോക വിവരമൊന്നുമില്ലാത്ത ഉമ്മ എന്ന സങ്കല്പത്തെ പോലും പ്രണയിക്കുന്ന മകനായി ടൊവിനോ ഹമീദിലേക്ക് പരകായ പ്രവേശനം നടത്തിയിരിക്കുകയാണ്. ഉർവശി കൂടെ കഥയിലേക്ക് എത്തുന്നതോടെ സിനിമ അതീവ ഹൃദ്യമായി അനുഭവപ്പെട്ടു തുടങ്ങും പ്രേക്ഷകർക്ക്. ഉമ്മയും മകനുമായെത്തിയ ഉർവശിയും ടൊവിനോയും ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്ന അഭിനയ മുഹൂർത്തങ്ങൾ നിറയെയുണ്ട് ചിത്രത്തിൽ. സിനിമയോട് അത്രമേൽ പാഷൻ സൂക്ഷിക്കുന്ന രണ്ടുപേർ മത്സരിച്ചഭിനയിക്കുന്നത് കണ്ടിരിക്കുന്നത് തന്നെ എത്രയോ സന്തോഷമുള്ള കാര്യമാണ്. ഈ ഉമ്മായ്ക്കും മകനും പകരം മറ്റാരെയും സങ്കല്പിക്കാനാവാത്ത വിധം കഥാപാത്രങ്ങളെ അനശ്വരമാക്കുന്നുണ്ട് ഇരുവരും. ആയിഷ എന്ന ഉർവശിയുടെ കഥാപാത്രത്തിന് മറ്റൊരു മുഖം നിർദ്ദേശിക്കാൻ ആർക്കും സാധിക്കില്ല. വളരെ ചെറുപ്പത്തിൽ വിവാഹം കഴിഞ്ഞ് ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുന്ന ഒറ്റയ്ക്ക് ജീവിക്കുന്ന കർശനക്കാരിയായ അതേസമയം സാമർത്ഥ്യവും കുസൃതിയും ഒക്കെയുള്ള വിരളിയുമ്മ എന്ന വട്ടപ്പേരുള്ള ആയിഷയായി ഉർവശി ജീവിക്കുകയാണ്. ഓരോ തിരിച്ചുവരവിലും ഗംഭീര പെർഫോമൻസ് മലയാളികൾക്ക് സമ്മാനിക്കുന്ന ആ ഉർവശി മാജിക് എൻ്റെ ഉമ്മാന്റെ പേരിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാമുക്കോയ, ഹരീഷ് കണാരൻ, നായികയായെത്തിയ സായി പ്രിയ ദേവ്, ശാന്തി കൃഷ്ണ, സിദ്ദീഖ്, ദിലീഷ് പോത്തൻ തുടങ്ങിയവരും കഥാപാത്രങ്ങളോട് നീതി പുലർത്തുന്നുണ്ട്. സ്വാഭാവികമായ നർമ്മ മുഹൂർത്തങ്ങൾ തിയേറ്ററുകളിൽ പൊട്ടിച്ചിരി വിതറുന്നു. മാമുക്കോയ, ഹനീഷ് കണാരൻ, ടൊവിനോ കോമ്പിനേഷൻ രസകരമായ നിരവധി നർമ്മ മുഹൂർത്തങ്ങളാണ് സമ്മാനിക്കുന്നത്. നവാഗതന്റെ പതർച്ചകൾ ഒന്നുമില്ലാതെ കൈയടക്കത്തോടെ തന്നെയാണ് സംവിധായകൻ ജോസ് സെബാസ്റ്റ്യൻ ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. സിനിമയുടെ അവസാന 20 മിനിറ്റ് പുതുമയേറിയ കാഴ്ചകളിലേക്കും ഹൃദയത്തെ സ്പർശിക്കുന്ന കണ്ണു നനയിപ്പിക്കുന്ന അഭിനയ മുഹൂർത്തങ്ങളിലേക്കുമാണ് പ്രേക്ഷകനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. സങ്കടങ്ങളിലും ചിരിക്കാൻ കഴിയുന്ന മനുഷ്യരുടെ ഹൃദയവ്യതകളെ അതിമനോഹരമായി തന്നെ പോർട്രേ ചെയ്യുന്നുണ്ട് തിരക്കഥ. സിനിമ കണ്ടിറങ്ങുമ്പോൾ ആ മകനും ഉമ്മയും കൂടെ പോരും. കാരണം 2.5 മണിക്കൂർ സിനിമാ കാഴ്ചക്കിടെ എപ്പോഴോ സ്നേഹം കൊണ്ട് അവർ പ്രേക്ഷകന്റെ ഹൃദയം സ്വന്തമാക്കുന്നുണ്ട്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.